Dear students, my name is Sujit, Department of Mechanical Engineering. നമ്മൾ റെഫ്രിജറേഷൻ്റെ ഇൻട്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഹിസ്റ്ററി, അതുപോലെ അതിൻ്റെ യൂണിറ്റും മറ്റു കാര്യങ്ങളും. ഫസ്റ്റ്, എന്താണ് റെഫ്രിജറേഷൻ? The term refrigeration may be defined as the process of removing heat from a substance under controlled condition. അതായത് കൺട്രോൾഡ് കണ്ടീഷനിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് ഹീറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് റെഫ്രിജറേഷൻ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ബിലോ ദ ജനറൽ ടെമ്പറേച്ചർ ഓഫ് ഇറ്റ്സ് സറൗണ്ടിങ്. അതായത് ഇപ്പം നമ്മൾ റെഫ്രിജറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം അതിൻ്റെ സറൗണ്ടിങ് ടെമ്പറേച്ചറിനെ അപേക്ഷിച്ച് ഒരു ലോവർ ടെമ്പറേച്ചറിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്തെ ടെമ്പറേച്ചർ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെക്കാട്ടിലും വളരെ താഴെയായിരിക്കും. അന്നേരം നമുക്ക് ഡൗട്ട് വരാം, എന്താണെന്നേരം ഈ കൂളിങ്ങും സാധാ കൂളിങ്ങും റെഫ്രിജറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. സാധാ കൂളിങ്ങിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരു ടേബിളിൽ ചൂട് ചായ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തണുക്കും, പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ താഴോട്ട് പോകത്തില്ല. പക്ഷേ റെഫ്രിജറേഷനിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ സറൗണ്ടിങ് ടെമ്പറേച്ചറിൻ്റെ താഴെയാണ് നമ്മൾ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ റെഫ്രിജറേഷൻ മീൻസ് എ കണ്ടിന്യൂഡ് എക്സ്ട്രാക്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ ബോഡി whose temperature is already below the temperature of its surroundings. In refrigerator, heat is virtually being pumped from a lower temperature to a higher temperature. നമുക്കറിയാം, നമ്മുടെ റെഫ്രിജറേഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഒരു ലോവർ ടെമ്പറേച്ചറിലെ ഹീറ്റിനെ നമ്മൾ ഹയർ ടെമ്പറേച്ചറിലോട്ട് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണൽ വർക്ക് യൂസ് ചെയ്ത്. ഇപ്പം നമ്മുടെ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജിലെ ഫ്രീസർ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീസറിനകത്ത് ടെമ്പറേച്ചർ എപ്പോഴും അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനെക്കാട്ടി താഴെയായിരിക്കും. ആ താഴ്ന്ന ടെമ്പറേച്ചറിൽ നിന്നാണ് നമ്മൾ വീണ്ടും ഹീറ്റിനെ എടുത്ത് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്ട് ചെയ്യുന്നത്. According to second law of thermodynamics, this process can only be performed with the aid of some external work. അന്നേരം ഈ ലോവർ ടെമ്പറേച്ചറിൽ നിന്നും ഹീറ്റിനെ ഹയർ ടെമ്പറേച്ചറിലേക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ നോർമൽ കേസിൽ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ വർക്ക് അവിടെ ചെയ്താലേ പറ്റത്തുള്ളൂ. സാധാരണ നമ്മുടെ ഫ്രിഡ്ജുകളിൽ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററുകളിൽ നമ്മുടെ കംപ്രസറിലാണ് ആ വർക്ക് ചെയ്യുന്നത്. A refrigerator is a reversed heat engine or a heat pump which pumps heat from a cold body and delivers it to a hot body. The substance which works in a heat pump to extract heat from a cold body and deliver it to a hot body is called a refrigerant. അതായത് നമ്മുടെ റെഫ്രിജറന്റിലെ വർക്കിംഗ് ഫ്ലൂയിഡിനെയാണ് എന്ത് പറയുന്നത്? റെഫ്രിജറേറ്ററിലെ വർക്കിംഗ് ഫ്ലൂയിഡിനെയാണ് റെഫ്രിജറന്റ് എന്ന് പറയുന്നത്. ഇപ്പം റെഫ്രിജറേറ്റർ ആയാലും ഹീറ്റ് പമ്പ് ആയാലും നമ്മൾ അതിനകത്തെ വർക്കിംഗ് ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസിനെ റെഫ്രിജറന്റ് എന്നാണ് പറയുന്നത്. അടുത്തത് ഹിസ്റ്ററി ഓഫ് റെഫ്രിജറേഷൻ. നമ്മൾ റെഫ്രിജറേഷൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏജ് ഓഫ് നാച്ചുറൽ റെഫ്രിജറേഷൻ, അതുപോലെ തന്നെ ഏജ് ഓഫ് ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ. അതായത് പ്രീ ഹിസ്റ്റോറിക് ടൈം തൊട്ട് 19th സെഞ്ചുറി വരെയാണ് നമ്മൾ ഏജ് ഓഫ് നാച്ചുറൽ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഇനി 19th സെഞ്ചുറി തൊട്ട് ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ വരെയുള്ളതാണ് ഏജ് ഓഫ് ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ. നാച്ചുറൽ റെഫ്രിജറേഷൻ നോക്കിക്കഴിഞ്ഞാൽ 19th സെഞ്ചുറിക്ക് മുമ്പ് സാധാരണ യൂസ് ഓഫ് നാച്ചുറൽ ഐസ്, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഐസ് യൂസ് ചെയ്ത് റെഫ്രിജറേഷൻ നടത്തിയിരുന്നു. അതുപോലെ യൂസ് ഓഫ് ഇവാപ്പറേറ്റീവ് കൂളിംഗ്. നമുക്കറിയാം, നമ്മുടെ ദേഹത്ത് വിയർപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാനിൻ്റെ അടുത്തോട്ട് പോയി നിന്നാൽ വിയർപ്പങ്ങ് ഇവാപ്പറേറ്റ് ചെയ്തു, അന്നേരം നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല തണുപ്പായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ബോയിൽ ചെയ്യിച്ചിട്ട് ആ സബ്സ്റ്റൻസ് ഇരിക്കുന്ന ആ സർഫസിനെ തണുപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യിച്ചിട്ട് ആ ലിക്വിഡ് ഇരിക്കുന്ന സർഫസിനെ തണുപ്പിക്കുക. അതിനെയാണ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്നത്. കൂളിംഗ് ബൈ സാൾട്ട് സൊല്യൂഷൻ.
നമ്മളൊരു സൊല്യൂഷനകത്ത് സാൾട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ ലോവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമുക്ക് കൂളിങ്ങിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ നാച്ചുറൽ ഐസ് വെച്ചിട്ടുള്ളതിനെ ട്രാൻസ്പോർട്ട് ഫ്രം കോൾഡ് റീജിയൻ, അതായത് അത് സാധാരണ തണുത്ത റീജിയനിൽ നിന്നാണ് ഐസ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ അതുപോലെ തന്നെ വിന്റർ സീസണിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനു വേണ്ടി? സമ്മർ സീസണിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ പ്രൊഡ്യൂസ്ഡ് ബൈ നൊക്ടേണൽ കൂളിംഗ്. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസും ഒക്കെ യൂസ് ചെയ്തിരുന്ന ടെക്നിക്കാണ് നൊക്ടേണൽ കൂളിംഗ് എന്ന് പറയുന്നത്. അതായത് ചെറിയ പിറ്റുകൾ, ഇൻസുലേറ്റഡ് പിറ്റുകൾ ഉണ്ടാക്കി അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്തിട്ട് റേഡിയേറ്റീവ് കൂളിംഗ് വഴി അതിനെ ഐസാക്കി മാറ്റും. അതാണ് ഈ നൊക്ടേണൽ കൂളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The limitation of natural methods depending of local condition, uncertainty due to dependence on weather, difficulty to produce large amount of refrigeration, not available to everyone. അതായത് ഒരു ഏരിയയിലെ ലോക്കൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ അവിടുത്തെ വെതറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തെയും വെതർ ഒരുപോലെ ആയിരിക്കത്തില്ല. അതുപോലെ ഇതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട് റെഫ്രിജറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ലാർജ് എമൗണ്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാ ഏരിയയിലും ഉള്ള എല്ലാവർക്കും എല്ലാ ടൈപ്പ് റെഫ്രിജറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെയായിരുന്നു നാച്ചുറൽ റെഫ്രിജറേഷൻ്റെ ഡിഫക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ. അതായത് 19th സെഞ്ചുറി തൊട്ട് ഇപ്പം കറണ്ട് സിറ്റുവേഷൻ വരെ യൂസ് ചെയ്യുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. In 1755, Scottish professor William Cullen produced small quantity of ice by evaporating ethyl ether under vacuum. നമുക്കറിയാം, ഒരു സബ്സ്റ്റൻസ്, ഒരു ലിക്വിഡ് ഒരു സർഫസിന്റെ മുകളിൽ ഇവാപറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസ് തണുക്കും. ആ ഒരു ടെക്നിക്കാണ് ഈ ക്യൂളൻ യൂസ് ചെയ്തേക്കുന്നത്. The principle involves absorption of large quantity of heat when a liquid boils at lower temperature under the action of vacuum. അതായത് പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ ലോവർ ടെമ്പറേച്ചറിൽ നമുക്ക് ലിക്വിഡിനെ ബോയിൽ ചെയ്യിക്കാൻ പറ്റും. ആ ഒരു ടെക്നിക്കാണ് വില്യം ക്യൂളൻ യൂസ് ചെയ്തേക്കുന്നത്. അടുത്ത വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ ഹിസ്റ്ററി നോക്കുകയാണ്. In 1805, the American engineer Oliver Evans described a closed cycle for producing refrigeration in continuous matter. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെയൊരു ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് അത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അദ്ദേഹം അതൊരു ഡിവൈസിലോട്ട് മാറ്റിയതായിട്ട് എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ in 1835, Jacob Perkins patent and built the system described by Oliver Evans using ethyl ether as refrigerant in London. അതായത് ഇദ്ദേഹം ജസ്റ്റ് ഒരു ഐഡിയ കൊണ്ടുവന്നു, പക്ഷെ അതൊരു ഡിവൈസ് ആക്കി ബിൽഡ് ചെയ്തത് ജേക്കബ് പെർക്കിൻസ് ആണ്. അദ്ദേഹം അത് ഈ പേറ്റന്റും എടുത്തു. അതുകൊണ്ട് ഫാദർ ഓഫ് റെഫ്രിജറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് ജേക്കബ് പെർക്കിൻസ് എന്നാണ്. അന്നേരം അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതായത് ജേക്കബ് പെർക്കിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റമാണ് ഈ കണ്ടേക്കുന്നത്. ഇതിനകത്ത് ബി എന്ന് പറഞ്ഞാൽ ഇവാപറേറ്റർ ആണ്. അദ്ദേഹം യൂസ് ചെയ്ത റെഫ്രിജറന്റ് ഈഥൈൽ ഈതർ ആണ്. അന്നേരം ഈ ഇവാപറേറ്ററിനകത്ത് വെച്ച് ഈ ഈഥൈൽ ഈതറിനെ അങ്ങ് ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്യുന്ന വെച്ചാൽ വേപ്പറൈസ് ചെയ്യും. അപ്പോഴത്തേന് ഈ ഇവാപറേറ്ററിന് ചുറ്റും വാട്ടറാണ് ഇരിക്കുന്നത്. ഈ വാട്ടറിലെ ഹീറ്റിനെ ഈ ഈഥൈൽ ഈതർ വേപ്പർ അങ്ങ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഇതിനെ നേരെ കൊണ്ടുവന്നിട്ട് ഈ പമ്പ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് കംപ്രസ് ചെയ്ത് നേരെ ഇങ്ങോട്ട് കൊടുക്കും, ഈ ട്യൂബിലോട്ട് കൊടുക്കും. ഈ ട്യൂബും ഒരു വെസലിനകത്താണ് ഇരിക്കുന്നത്. അന്നേരം ഈ ട്യൂബിലെ ഉള്ള വേപ്പറിന്റെ പ്രഷർ കൂടിയ കാരണം ഇതിനകത്ത് ഈ ഹയർ ടെമ്പറേച്ചർ വേപ്പറിൽ നിന്നുള്ള ഹീറ്റിനെ അങ്ങോട്ട് പോകും ഈ ലിക്വിഡിനകത്തേക്ക്, ഈ വെസലിലുള്ള ലിക്വിഡിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് സ്വാഭാവികമായിട്ടും അത് തണുക്കും. എന്നിട്ട് ആ വേപ്പർ തണുത്ത് ലിക്വിഡ് ആയതിനു ശേഷം ഈ വാൽവ് വഴി വീണ്ടും എങ്ങോട്ട് പോകുന്നു? ഇവാപറേറ്ററിലേക്ക് പോകും. അതായിരുന്നു ഈ ജേക്കബ് പെർക്കിൻസിന്റെ മെഷീൻ.
എന്നാൽ ഇദ്ദേഹം ഇതിനകത്ത് പേറ്റന്റും എടുത്തു. The American engineer Alexander Twining received a British patent in 1850 for a vapor compression system by use of either ammonia and carbon dioxide. Either ammonium carbon dioxide ഇവിടുത്തെ റെഫ്രിജറന്റ് ആണ്. Next, James Harrison obtained a patent in 1856 for a vapor compression system using either alcohol and ammonia. ഈ ജെയിംസ് ഹാരിസൺ എന്നുള്ള പേര് ഓർത്തിരുന്നോണം. അതായത് ഫസ്റ്റ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫസ്റ്റ് മെക്കാനിക്കൽ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ഹാരിസൺ ആണ്. Charles Taylor of France patented in 1864 a refrigeration system using dimethyl ether. In 1874, Raoul Pictet designed the first sulfur dioxide based system in Geneva. ഈ സൾഫർ ഡയോക്സൈഡ് സിസ്റ്റത്തിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സൾഫർ ഡയോക്സൈഡ് മോയിസ്ചറുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ആ എക്യുപ്മെന്റിനെ ഡിറ്റീരിയോറൈസ് ചെയ്യും. അതുപോലെ ഹ്യൂമൻസ് വല്ലതും ഉണ്ടെങ്കിൽ അവർക്കത് ദോഷമാണ്. 1877, Carl von Linde of Germany built the first ammonia-based system. Franz Winholdsen built the first carbon dioxide-based system in Germany in 1885. In 1920, Copeland and Edwards built isobutane-based domestic refrigerators. അങ്ങനെ ഓരോ സയന്റിസ്റ്റുകൾ പല പല റെഫ്രിജറന്റ് യൂസ് ചെയ്തിട്ട് വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തതിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞേക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഹിസ്റ്ററി അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടില്ല ഇതുവരെ എക്സാമ്പിൾക്കൊന്നും, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിന്റെ ഹിസ്റ്ററിയാണ്. അന്നേരം പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നത് ഐസ് ബോക്സുകളായിരുന്നു. സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഐസ് ബോക്സുകളായിരുന്നു. അതായത് ഇൻസുലേറ്റഡ് വുഡൻ ബോക്സുകളാണ്. എന്നിട്ട് ആ വുഡിന്റെ ഇടയ്ക്ക് ഐസ് നിറച്ച് വെക്കും. അന്നേരം സ്വാഭാവികമായിട്ടും അതിനകത്തിരിക്കുന്ന ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും ചീത്തയാവാതെ ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റും. അത് 1803 ഡെവലപ്പ് ചെയ്ത് and used for more centuries. അടുത്ത General Electric introduced the first mechanical domestic refrigerator in 1911 in USA, followed by Frigidaire in 1950 and Kelvinator in 1980. 1911 General Electric introduce ചെയ്തു ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. അതിനുശേഷം ഫ്രിഗിഡെയർ 1950 ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം 1980 കെൽവിനേറ്റർ. ഇൻട്രൊഡക്ഷൻ ഓഫ് CFC ഇൻ 1930. അന്നേരം ഇത്രയും ഡെവലപ്മെന്റ് നടന്നാലും ഈ 1930 CFC റെഫ്രിജറന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്. അതായത് CFC എന്ന് പറഞ്ഞാൽ ഫ്രീ ഓൺ റെഫ്രിജറന്റ്. ഇപ്പൊ ഈ CFC റെഫ്രിജറന്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് എക്കോ ഫ്രണ്ട്ലി റെഫ്രിജറന്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. എന്തോ കാരണം ഈ CFC റെഫ്രിജറന്റിനകത്ത് ക്ലോറിൻ ഉണ്ട്. ആ ക്ലോറിൻ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവും. അങ്ങനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് CFC റെഫ്രിജറന്റിനെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എക്കോ ഫ്രണ്ട്ലി റെഫ്രിജറന്റുകൾ വെച്ച്. ഇനി അടുത്തത് ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റം പോലൊരു സിസ്റ്റമാണ് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1810 ജോൺ ലെസ്ലി ഡെമോൺസ്ട്രേറ്റ് ദ ബേസിക് പ്രിൻസിപ്പിൾ യൂസിങ് വാട്ടർ ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഇപ്പൊ നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കംപ്രസറാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ലോ ടെമ്പറേച്ചർ സിസ്റ്റത്തിൽ നിന്നും ഹീറ്റിനെ നമുക്ക് ഹൈ ടെമ്പറേച്ചറിലോട്ട് റിജക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു വർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ വർക്ക് കൊടുക്കുന്നത് കംപ്രസറാണ്. ഈ കംപ്രസറിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ് കംപ്രസറിനെ റീപ്ലേസ് ചെയ്തേക്കുന്നത്? ഈ കംപ്രസറിന് പകരം ഒരു അബ്സോർബർ, ഒരു പമ്പ്, ഒരു ജനറേറ്റർ, ഒരു പ്രഷർ റിഡക്ഷൻ വാൽവ്, ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കംപ്രസറിനെ അങ്ങ് മാറ്റിയിട്ട് ഒരു അബ്സോർബർ, പമ്പ്, ജനറേറ്റർ, പ്രഷർ റിഡക്ഷൻ വാൽവ്, ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്.
In 1860, Ferdinand Carey invents aqua ammonia system in France. Aqua ammonia system നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഇതില്ല. 1878, Windhusens developed water sulfuric acid system. Sulfuric acid is replaced by lithium bromide. Lithium bromide system നിങ്ങൾക്ക് vapor absorption refrigeration system പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. 1922, Swedish student Platon and Munder developed pumpless absorption system. അന്നേരം ഈ അബ്സോർപ്ഷൻ സിസ്റ്റത്തിനകത്ത് മൂവിങ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ പമ്പായിരുന്നു. അന്നേരം ഈ സ്വീഡിഷ് സ്റ്റുഡൻറ് പ്ലേറ്റൻ മുണ്ടറും ചേർന്നിട്ട് ആ പമ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് ഉള്ള ഒരു വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അന്നേരം സൈലന്റ് ഇൻ ഓപ്പറേഷൻ ആയിരിക്കും അത്. In 1926, Albert Einstein and Leo Szilard patent a pumpless system. ഇത്രയാണ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിന്റെ ഹിസ്റ്ററി. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗ്യാസ് സൈക്കിൾ റെഫ്രിജറേഷൻ സിസ്റ്റം. Dr. John Goyer develops the first air cycle refrigeration system in Florida in 1844. Steam engine driven air cycle system developed by Alexander Kirk in 1862. Next, Bell column carry out several design improvements. നിങ്ങൾക്ക് ഈ ബെൽ കോളം സൈക്കിൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. പോൾ ഗിഫോർഡ് perfect the open type machine in 1875. It's widely used in aircraft air conditioning. Aircraft air conditioning യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. എയർക്രാഫ്റ്റ് റെഫ്രിജറേഷനും നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ഗ്യാസ് സൈക്കിൾ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് വരുന്നതാണ്. അടുത്തൊരു സിസ്റ്റമാണ് വേപ്പർ കംപ്രഷൻ നോക്കി, ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ നോക്കി, വേപ്പർ അബ്സോർപ്ഷൻ നോക്കി, ഗ്യാസ് സൈക്കിൾ നോക്കി. അടുത്ത് അതുപോലെ തന്നെയുള്ളതാണ് തെർമോ ഇലക്ട്രിക് റെഫ്രിജറേഷൻ സിസ്റ്റം. അന്നേരം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സീബെക്ക് എഫക്റ്റ് എന്താണ്, പെൽറ്റിയർ എഫക്റ്റ് എന്താണ്. ഡിഫറെൻറ്റ് മെറ്റൽ പീസ് രണ്ട് എൻഡ് തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഒരു എൻഡ് ഹോട്ടും ഒരു എൻഡ് ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഒരു ഇലക്ട്രിക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എൻഡ് ഹോട്ടും ഒരു എൻഡ് കോൾഡും ആവും. ആ കോൾഡ് റീജിയൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സീബെക്ക് എഫക്റ്റ് റിപ്പോർട്ടഡ് ഇൻ ജർമ്മനി ഇൻ 1821. പെൽറ്റിയർ എഫക്റ്റ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 1834 പെൽറ്റിയർ എഫക്റ്റ് റിപ്പോർട്ടഡ് ഇൻ ഫ്രാൻസ്. ഈ സീബെക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെൽറ്റിയർ. In 1838, Lenz freezes a drop of water using Peltier effect with bismuth and antimony. അതായത് തെർമോഇലക്ട്രിക് റെഫ്രിജറേറ്ററിന്റെ പറഞ്ഞേക്കാണ്. അതായത് ബിസ്മത്തും ആന്റിമണി, ബിസ്മത്ത് എന്ന് പറയുന്നൊരു മെറ്റൽ, ആന്റിമണി എന്ന് പറയുന്ന മറ്റൊരു മെറ്റൽ. ഇതിന്റെ എൻഡുകൾ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് സപ്ലൈ കൊടുത്തപ്പോൾ ഒരു എൻഡ് ഹോട്ടും ഒരു എൻഡ് കോൾഡ് ആവും. ആ കോൾഡ് എൻഡ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവർ ചെയ്തേക്കുന്നത്. റഷ്യൻ സയന്റിസ്റ്റ് ലോഫെ പൈനിയേഴ്സ് സെമി കണ്ടക്ടർ ബേസ്ഡ് thermoelectric system. 1949, Russia developed thermoelectric domestic refrigerator. Large capacity system are developed in USA since 1960. Just നോക്കുക. അടുത്ത വോർട്ടെക്സ് ട്യൂബ് സിസ്റ്റം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. വോർട്ടെക്സ് ട്യൂബ്. ഫ്രഞ്ച് എഞ്ചിനീയർ ജോർജ് റാങ്ക്യൂ discovered the vortex effect in 1931. In 1945, German physicist Rudolf Hilsek explained the science behind vortex tube. ഈ vortex tubes ആണ് യൂസ് ചെയ്യുന്നത് സ്പോട്ട് കൂളിങ്ങിന് വേണ്ടിയാണ്. അതായത് ചില ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ, അതുപോലെ മെഷീൻ പാർട്ട്, ലേത്ത്, മില്ലിംഗ് മെഷീൻ, ഇതിൻ്റെയൊക്കെ ടൂൾ കൂൾ ചെയ്യാൻ വേണ്ടി, അതുപോലെ കൂളിംഗ് ജാക്കറ്റ്സ് ആയിട്ട്, ഇങ്ങനെയൊക്കെയാണ് ഈ vortex tube റെഫ്രിജറേഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി എയർ കണ്ടീഷനിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ 1891 ഈസ്റ്റ്മാൻ കൊഡക് ഇൻസ്റ്റാൾഡ് ദ ഫസ്റ്റ് സിസ്റ്റം ഇൻ ന്യൂയോർക്ക് ഫോർ സ്റ്റോറേജ് ഓഫ് ഫോട്ടോഗ്രാഫിക് ഫിലിം. ഈ ഫോട്ടോഗ്രാഫിക് ഫിലിം ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പർട്ടിക്കുലർ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ അത്യാവശ്യമാണ്. അന്നേരം അതിനു വേണ്ടി ആണ് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ തുണിത്തരങ്ങളൊക്കെ ഉണ്ടാക്കുന്നിടത്ത് ഈ കറക്റ്റ് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അത്യാവശ്യമാണ്. അവിടെയും ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് എയർ കണ്ടീഷനിങ്ങിന്റെ. 1894 ഫസ്റ്റ് ഡൊമസ്റ്റിക് സിസ്റ്റം ഇൻസ്റ്റാൾഡ് ഇൻ ഹാംബർഗ്. In 1904
വില്ലിസ് കാരിയർ ഡിസൈൻ എ സെൻട്രൽ സിസ്റ്റം യൂസിങ് എയർ വാഷർ. എയർ വാഷറൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്, 5ാമത്തെ മൊഡ്യൂളിൽ. 1922 കാരിയർ ഡെവലപ്ഡ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ഈ വിൽസ് കാരിയർ എന്നുള്ള പേര് ഓർത്തിരിക്കണം. ഫാദർ ഓഫ് എയർ കണ്ടീഷനിങ് നോക്കിക്കഴിഞ്ഞാൽ വിൽസ് കാരിയർ ആണ്. അതിൽ ഇത്രയാണ് ഹിസ്റ്ററി വരുന്നത്. ഹിസ്റ്ററി അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതിനകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പേരുകൾ ഈ വില്യം ഹ്യൂലൻ, ആ പേരൊന്ന് ഓർത്തിരിക്കുക. അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈതേൽ ഈതർ യൂസ് ചെയ്തിട്ട്. പിന്നെ ജേക്കബ് പെർക്കിൻസ്, അദ്ദേഹമാണ് ഒരു വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ജെയിംസ് ഹാരിസൺ, ഫസ്റ്റ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം, ഫസ്റ്റ് മെക്കാനിക്കൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെയിംസ് ഹാരിസൺ ആണ്. അതുപോലെ വില്ലിസ് കാരിയർ, ഫാദർ ഓഫ് എയർ കണ്ടീഷനിങ്. എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അടുത്ത റെഫ്രിജറേഷൻ്റെ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ. നമുക്കറിയാം ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദി മാനുഫാക്ചർ ഓഫ് ഐസ് ആൻഡ് സിമിലർ പ്രോഡക്റ്റ്. ഇപ്പം മീറ്റ് പ്രിസർവേഷൻ ആയാലും അല്ലെങ്കിൽ ഫിഷ് പ്രിസർവേഷൻ ആയാലും എല്ലാ ഫീൽഡിലും നമുക്ക് ഐസ് വേണം. അന്നേരം ഐസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി റെഫ്രിജറേറ്റർ അത്യാവശ്യമാണ്. അതുപോലെ ദ കൂളിംഗ് ഓഫ് സ്റ്റോറേജ് ചേംബർ ഇൻ പെരിഷബിൾ ഫുഡ് ഐറ്റംസ്, അതായത് പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഫുഡ് ഐറ്റംസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് റെഫ്രിജറേറ്റർ അത്യാവശ്യമാണ്. അതുപോലെ ഡ്രിങ്ക്സ്, മെഡിസിൻസ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് റെഫ്രിജറേറ്റർ അത്യാവശ്യമാണ്. അതുപോലെ സബ്മറൈൻ, ഷിപ്പിലും എയർക്രാഫ്റ്റിലും റോക്കറ്റിലും എല്ലാം എന്ത് അത്യാവശ്യമാണ്, ഈ റെഫ്രിജറേറ്ററിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അന്നേരം ഐസ് മാനുഫാക്ചർ ചെയ്യാൻ, പെരിഷബിൾ ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് ഡ്രിങ്ക്സ്, മെഡിസിൻസ് എക്സെട്ര, ഷിപ്സ്, എയർക്രാഫ്റ്റ്, റോക്കറ്റ് എക്സെട്ര, ഇവിടെയെല്ലാം റെഫ്രിജറേഷന്റെ ആപ്ലിക്കേഷൻ വരുന്നു. ഇനി അടുത്ത കുറച്ച് ടേംസുകളാണ്. അതായത് സെൻസിബിൾ ഹീറ്റ്, ലേറ്റന്റ് ഹീറ്റ്, സ്പെസിഫിക് ഹീറ്റ്. ഇതൊക്കെ എന്താണ്? നമുക്ക് ഈ RICയുടെ ഇടയ്ക്കിടയ്ക്ക് ഈ ടേമുകളൊക്കെ ആവശ്യമായിട്ട് വരും. നേരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സെൻസിബിൾ ഹീറ്റ്? ദി സെൻസിബിൾ ഹീറ്റ് മേ ബി ഡിഫൈൻഡ് as the heat which causes a change in temperature in a substance. It is usually denoted by HF. അതായത് നമ്മൾ വാട്ടർ എടുക്കുന്നു. വാട്ടർ 3 സ്റ്റേറ്റ് നോക്കുക. സോളിഡിൽ ഐസ് എന്ന് പറയും, ലിക്വിഡ് വാട്ടർ എന്ന് പറയും, പേപ്പറിൽ വാട്ടർ പേപ്പർ എന്ന് പറയും. അന്നേരം ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിനെ നമുക്ക് വാട്ടർ ആക്കണം. എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്? ആദ്യമേ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിലോട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. അന്നേരത്തേക്ക് അത് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ, അതായത് ലിക്വിഡ് വാട്ടർ ആയിട്ട് മാറുന്നു. അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് വന്നില്ല. ടെമ്പറേച്ചർ ചേഞ്ച് വരാതെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. അങ്ങനെയുള്ള ഹീറ്റിങ്ങിനാണ് ലേറ്റന്റ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഐസ് ലിക്വിഡ് വാട്ടർ ആകുമ്പോൾ അതിനെ ലേറ്റന്റ് ഹീറ്റ് ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് നമ്മൾ പറയും. ഇനി 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ഹീറ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആയിട്ട് മാറുന്നു. അവിടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തില്ല, പക്ഷേ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തി. അവിടെ സ്റ്റേറ്റ് ചേഞ്ച് ഇല്ല, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹീറ്റിനെയാണ് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ലിക്വിഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ പേപ്പർ ആയിട്ട് മാറും. അവിടെയും ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല, പക്ഷേ ഫേസ് ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. ലിക്വിഡ് സ്റ്റേറ്റ് എന്നുള്ളത് പേപ്പർ സ്റ്റേറ്റിലോട്ട് പോയി. പിന്നെ അവിടെ നടക്കുന്നത് ലേറ്റന്റ് ഹീറ്റ് ആണ്. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാതെ ഹീറ്റ് അഡിഷൻ, അതിനാണ് ലേറ്റന്റ് ഹീറ്റ് നമ്മൾ പറയുന്നത്. അങ്ങനെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഹീറ്റ് വിച്ച് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് വിത്ത് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? causes a change in temperature and sensible heat. It is usually denoted by HF. The latent heat of ice is 335 kilojoule per kilogram. ഇത് ഓർത്തിരുന്നോണം. ഐസിന്റെ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 335 kilojoule per kilogram. This means that the heat absorbed by 1 kilogram of ice to change it into water at 0 degrees Celsius and at atmospheric pressure is 335 kilojoule. ഇതിന്റെ മീനിങ് എന്തോ? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 കിലോഗ്രാം ഐസിനെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആക്കണമെങ്കിൽ 335 കിലോജൂൾ ഓഫ് ഹീറ്റ് അവിടെ വേണം. അങ്ങനെയുള്ള ഹീറ്റിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഐസ് ലിക്വിഡ് വാട്ടർ ആകുന്നതുകൊണ്ട് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നു. ഫ്യൂഷൻ ഓഫ് ഐസ്. The water starts vaporizing at 100 degrees Celsius and it changes its state from water to steam. The heat absorbed during this change of state from liquid to gas is called latent heat of vaporization or condensation. The latent heat of vaporization of water at 100 degrees Celsius and at atmospheric pressure is 2257 kilojoule per kilogram. ഇത് നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കണം. അതായത് ഇത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് 335 എന്ന് പറഞ്ഞാൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓർ കണ്ടൻസേഷൻ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ the specific heat of a substance may be broadly defined as the amount of heat required to raise the temperature of unit mass of any substance through 1 degree Celsius. അതായത് യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിനെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റേസ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം ഹീറ്റ് ആഡ് ചെയ്യണം, അതിനെയാണ് എന്ത് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. സാധാരണ സി എന്ന ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. SI യൂണിറ്റിൽ സ്പെസിഫിക് ഹീറ്റിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. m കിലോഗ്രാം ഉള്ള ഒരു സബ്സ്റ്റൻസ്, അതിന്റെ സ്പെസിഫിക് ഹീറ്റ് സി, അതിന്റെ ടെമ്പറേച്ചർ T1 നിന്നും T2 റേസ് ചെയ്യാൻ വേണ്ട ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് Q is equal to mc T2 minus T1 അല്ലെങ്കിൽ Q is equal to mc delta T. തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുള്ളതാണ്. Where T1 and T2 may be either in degree Celsius or Kelvin. ഇവിടെ T2 എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ T1 എന്ന് പറയുന്നത് 90 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഡിഫറൻസ് എത്ര ആയിരിക്കും? 10 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 10 ആയിരിക്കും ഡിഫറൻസ്. അതുപോലെ തന്നെ ഇവിടുത്തെ T2 എന്ന് പറയുന്നത് 373 കെൽവിനും T1 എന്ന് പറയുന്നത് 363 കെൽവിനും ആണെങ്കിൽ ഡിഫറൻസ് 10 തന്നെ. മനസ്സിലായല്ലോ? Q is equal to mc into T2 minus T1 അല്ലെങ്കിൽ mc delta T. ഇതാണ് സ്പെസിഫിക് ഹീറ്റ്. അതായത് യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിനെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം ഹീറ്റ് നമ്മൾ ആഡ് ചെയ്യണം, ഇതാണ് സ്പെസിഫിക് ഹീറ്റ്. ഇനി നമുക്കറിയാം നമ്മുടെ ഈ റെഫ്രിജറേറ്ററുകൾ വർക്ക് ചെയ്യുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ സെൽഫ് ആക്ടിംഗ് മെഷീൻ വർക്കിംഗ് ഇൻ എ സൈക്ലിക് പ്രോസസ് ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ without the aid of an external agency. ഒരു ലോവർ ടെമ്പറേച്ചർ ബോഡിയിലെ ഹീറ്റിനെ ഒരു ഹയർ ടെമ്പറേച്ചറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ വർക്ക് ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഒരു എക്സ്റ്റേണൽ എയ്ഡ് ഇല്ലാതെ ലോവർ ടെമ്പറേച്ചർ ബോഡിയിലെ ഹീറ്റിനെ ഒരിക്കലും ഹയർ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. It is impossible for a self-acting machine working in a cyclic process to transfer heat from a body at a lower temperature to a body at a higher temperature without the aid of an external agency. In other words, heat cannot flow itself from a cold body to a hot body without the help of an external agency. അതായത് മെക്കാനിക്കൽ വർക്കിന് യൂട്ടിലൈസ് ചെയ്യാതെ ഒരിക്കലും കോൾഡ് ബോഡിയിൽ നിന്നുള്ള ഹീറ്റിനെ ഹോട്ട് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്.
ഈ ക്ലോഷർ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ഏത് നമ്മുടെ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ. സ്ഥിരം എക്സാമ്പിളിലൊക്കെ ചോദിക്കും ഡിഫൈൻ 1 TR അല്ലെങ്കിൽ ഡിഫൈൻ ടൺസ് ഓഫ് റെഫ്രിജറേഷൻ. അന്നേരം റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടൺ ഓഫ് റെഫ്രിജറേഷൻ ആണ്. നോക്കാം. ദി പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടൺ ഓഫ് റെഫ്രിജറേഷൻ. ഇനി അതിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ഇത് കാണാതെ പഠിച്ചു വെച്ചോണം, സ്ഥിരം ചോദിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി എക്സാമ്പിൾക്ക്. A ton of refrigeration is defined as the amount of refrigeration effect produced by the uniform melting of 1 ton of ice from and at 0 degrees Celsius in 24 hours. അതായത് 0 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന 1 ടൺ ഐസ്, അതായത് 1000 കിലോഗ്രാം ഐസിനെ 24 മണിക്കൂർ കൊണ്ട് മെൽറ്റ് ചെയ്താൽ കിട്ടുന്ന കൂളിംഗ്, അതിനെയാണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. റെഫ്രിജറേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കൂളിംഗ്, അതായത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 ടൺ ഐസിനെ 24 മണിക്കൂർ കൊണ്ട് മെൽറ്റ് ചെയ്താൽ കിട്ടുന്ന റെഫ്രിജറേഷൻ എഫക്റ്റിനെയാണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ 335 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അന്നേരം 1 TR എത്രയാണ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. അന്നേരം 1000 കിലോഗ്രാം അല്ലെങ്കിൽ 1 ടൺ ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ഇൻ 24 hours. അതിന് ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ 1000 × 335 കിലോ ജൂൾ ഇൻ 24 hours. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻ 24 hours നമ്മൾ മിനിറ്റിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 1000 × 335 ഡിവൈഡ് ബൈ 24 × 60, അതായത് അവറിനെ മിനിറ്റിലോട്ട് മാറ്റി. ഇനി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് 232.6 കിലോ ജൂൾ പെർ മിനിറ്റ് എന്ന് കിട്ടും. പക്ഷെ നമ്മൾ നോർമൽ കേസിൽ ഇതിനെ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് 210 കിലോ ജൂൾ പെർ മിനിറ്റ് അല്ലെങ്കിൽ 3.5 കിലോ വാട്ട്. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ കിലോ ജൂൾ പെർ സെക്കൻഡ്. അതായത് എന്തോ ചെയ്താൽ മതി, ഇവിടെ ഒരു 16 കൂടി ഇട്ട് കൊടുത്താൽ മതി. അന്നേരം എന്തോ കിട്ടും 3.5 കിലോ വാട്ട് അല്ലെങ്കിൽ 3.5 ജൂൾ പെർ സെക്കൻഡ്. ഇവിടെ ജൂൾ പെർ മിനിറ്റ് ആണല്ലോ. ഈ ജൂൾ പെർ മിനിറ്റിനെ സെക്കൻഡ് ആക്കണേ എന്തോ ചെയ്യണം, മിനിറ്റിന് ഇങ്ങോട്ട് ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം 60 × 16 ചെയ്ത് കഴിഞ്ഞാൽ 3.5 കിലോ വാട്ട് അല്ലെങ്കിൽ 3.5 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അന്നേരം നമുക്ക് പ്രോബ്ലത്തിൽ ഈ വാല്യൂസ് വേണം, അതുകൊണ്ട് അത് ഓർത്തിരുന്നോണം. 1 TR is equal to 210 കിലോ ജൂൾ പെർ മിനിറ്റ് അല്ലെങ്കിൽ 3.5 കിലോ വാട്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിൽ നമ്മൾ ഇത് പറയാറുണ്ട്, BTU എന്ന് പറയും, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. ഇനി അടുത്ത നോക്കാനുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് റെഫ്രിജറേറ്റർ. നമ്മൾ ഹീറ്റ് എഞ്ചിനൊക്കെ എഫിഷ്യൻസി എന്ന് പറയുന്നത് പോലെ ഈ റെഫ്രിജറേറ്ററിന്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ പെർഫോമൻസ് പറയുന്നത് COP-യിലാണ്. ഇതാണ് നമുക്ക് നോക്കാം. ദി കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് COP is the ratio of heat extracted in the refrigerator to the work done on the refrigerant. It is also known as theoretical coefficient of performance, അതായത് heat absorbed divided by work done, അതിനെയാണ് COP എന്ന് പറയുന്നത്. നമുക്ക് എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നാണ് അല്ലേ. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആണ്. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹീറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രമാത്രം ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് പോകും, അതാണ് Q. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്കാണ്, അതാണ് ഹീറ്റ് എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ആണ് എന്ത് COP എഴുതിയിട്ടുണ്ട്. Q എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ W എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ COP. ഓക്കെ, COP is equal to heat extracted divided by work done അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. COP is equal to Q by W. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ്, W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. സാധാരണ നമ്മുടെ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ഏകദേശം റെസിപ്രോക്കൽ ആയിരിക്കും നമ്മുടെ COP എന്ന് പറയുന്നത്. COP-യുടെ വാല്യൂസ് ആണ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആയിരിക്കും. ഇനി ആക്ച്വൽ COP-യും തിയററ്റിക്കൽ COP-യും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് പറയുന്നത്, റിലേറ്റീവ് COP എന്ന് പറയുന്നത്. റേഷ്യോ ബിറ്റ്വീൻ ആക്ച്വൽ COP ആൻഡ്
തിയററ്റിക്കൽ COP. അതിനെയാണ് റിലേറ്റീവ് COP എന്ന് വിളിക്കുന്നത്. ഈ ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോബ്ലം. Find the COP of a refrigeration system if the work output is 80 kJ per kilogram and the refrigeration effect is 160 kJ per kilogram of refrigerant flow. നമുക്കറിയാം ഒരു റെഫ്രിജറേറ്ററിന്റെ പെർഫോമൻസ് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിലാണ്, അതായത് COP-ലാണ്. COP എന്ന് പറഞ്ഞാൽ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ആണ്. ഈ ക്വസ്റ്റിനകത്ത് വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 80 kJ per kilogram തന്നിട്ടുണ്ട്. റെഫ്രിജറേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ 160 kJ per kilogram തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ അറിയാം, COP is equal to heat extracted divided by work done. ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. അടുത്തതിന് നമുക്ക് പഠിക്കാനുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ ആൻഡ് ഹീറ്റ് പമ്പാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.